ചാം ചക്ക ചൂം ചക്ക ചുമര് ചക്ക ചാ. ഗഡേസ് ഒരു ദോശ ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാണ് കേട്ടോ. ശരിയാവോ ആവോ? ഈ ലോക്ക്ഡൗൺ സമയത്തെ ബാഹുമോനും അമ്മയും കൂടിയിട്ട് പരീക്ഷിച്ചു നോക്കിയ ഒരു ദോശക്കഥ കാണാട്ടാ. ശരിയായി. പഠിച്ചോനെ നിങ്ങള് കാത്തോളി. ദോശ വെറും ദോശയല്ല, ഇത് താണ്ട നമ്മുടെ ചക്ക ദോശ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ്. അപ്പോൾ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ഒന്ന് കുത്തിപ്പൊട്ടിക്കാൻ മറക്കണ്ട. അപ്പോഴാണ് നമ്മുടെ കിടിലം വീഡിയോസൊക്കെ വരുമ്പോഴേ നിങ്ങളുടെ ഫോണിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആഹാ അന്തസ്, എൻ്റെ സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ ഈ ചക്ക ദോശ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഈ ചക്ക ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഗഡിയോളെ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വാട്ടാ. നമ്മുടെ ചക്ക വ്ളോഗ് എപ്പിസോഡ് 2 കേട്ടാ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഹീറോനെ വെച്ചിട്ട് നമ്മുടെ അടുത്ത അടാറായിട്ട് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കിയാലാ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്ക എടുത്ത് നമ്മളൊരു മിക്സി ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചൊന്ന് പൾപ്പാക്കി എടുത്തിട്ട് വരാം. എന്നിട്ട് അതേ മിക്സി ജാറിൽ തന്നെ നമ്മൾ പച്ചരി, കുതിർത്തിയെടുത്ത പച്ചരിയാണിത്. ഒരു 2 കപ്പ് പച്ചരിൻ്റെ 2 മണിക്കൂർ കുതിർത്തിയെടുത്ത സംഭവം നമുക്ക് മിക്സി ജാറിലിട്ട് കൊടുത്ത് കുറച്ച് സംഭവങ്ങളും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ തേങ്ങ ചെരുകിയതും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പാനിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവ മൂന്നും കൂട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ സംഭവം വടച്ചക്ക പൾപ്പിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഫ്ലേവറിന് വേണ്ടിയിട്ടും കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മുടെ ചക്ക ദോശ ഒന്ന് ഉണ്ടാക്കിയാലാ. ചൂടായ നമ്മുടെ ദോശക്കല്ലിലേക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യ് തടവി കൊടുത്ത് അതിലേക്ക് നമ്മുടെ ചക്ക ദോശ ഒന്ന് ചുട്ടെടുക്കാം. വേണമെങ്കിൽ നമ്മുടെ നെയ്യ് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുമാതിരി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ചക്ക ദോശനെ ഒന്ന് ടേസ്റ്റാക്കി കൊണ്ടുവരാനേ. ഗഡിയോളെ ബാഹുമോനെ യൂട്യൂബിൽ മാത്രമല്ല കേട്ടാ പിടി, അങ്ങ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പിടിയുണ്ട് കേട്ടാ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് കയറി ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് അടിച്ച് ഫേമസ് ആക്കാനും മറക്കണ്ട. അങ്ങനെ നമ്മുടെ അടുത്ത ചക്ക ദോശയും ഇതാ ദോശക്കല്ലിൽ ചുട്ടുകൊണ്ടിരിക്കുകയാണ് മക്കളെ. സംഭവം എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി വിഭവമാണ് നമ്മുടെ ചക്ക ദോശ. അതിങ്ങനെ നെയ്യിലൊന്ന് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിലേ പിന്നെ ഒന്നും പറയണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല അല്ലെങ്കിൽ നെയ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എണ്ണ യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. അടിപൊളിയായിട്ട് സംഭവം വരും, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ഇതാ നമ്മുടെ ചുട്ടെടുത്ത നമ്മുടെ അടാർ വിഭവമായ ചക്ക ദോശകൾ ഇങ്ങനെ വരിയായി നിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും പറയാച്ച ചക്ക വെച്ചിട്ട് എന്തൊക്കെ വെറൈറ്റികളാണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ശരിക്കും പഠിപ്പിച്ചു തന്ന സത്യം പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളാണല്ലേ. അപ്പോൾ കൂടുതൽ വെറൈറ്റികളൊക്കെ ആയിട്ട് നമ്മുടെ ചക്ക വ്ളോഗ് കഴിഞ്ഞിട്ടില്ല കേട്ടാ. വീണ്ടും സന്ധിക്കും വരയ്ക്കും. ദിസ് ഈസ് ബാഹുമോൻ.